അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ലോകം മുഴുവനായി അടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരിൽ ഒരാളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ. ദാവൂദ് നബിക്കും മകൻ സുലൈമാൻ നബിക്കും ഞാൻ ധാരാളം വിജ്ഞാനം കൊടുത്തു. وقال الحمد لله الذي فضلنا على كثير من عباده المؤمنين. അല്ലാഹു തആല ധാരാളം വിജ്ഞാനം കൊടുത്ത ആളാണ് ദാവൂദ് നബി അലൈഹി സ്വലാമും സുലൈമാൻ നബി അലൈഹി സ്വലാമും. കാരണം ലോകം മുഴുക്കയും അടക്കി ഭരിക്കേണ്ട ഒരു ചക്രവർത്തിയാകുമ്പോൾ എല്ലാ വിധത്തിലുള്ള വിജ്ഞാനവും കൗശലവും വിവരവും ഭാഷയും എല്ലാം വേണമല്ലോ. അതുകൊണ്ട് അത് രണ്ടും നൽകിയ ആളാണ് ദാവൂദ് നബിയും സുലൈമാൻ നബിയും. രണ്ടുപേരും ആ അനുഗ്രഹം കിട്ടിയതിൻ്റെ പേരിൽ പറഞ്ഞുപോയി, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സകല സ്തോത്രങ്ങളും. അല്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അല്ലാഹുവിൻ്റെ വിശ്വാസികളായ അനേകം അടിമകൾ, അവരെക്കാൾ നമ്മളെ ശ്രേഷ്ഠപ്പെടുത്തിയ അല്ലാഹുവിനാണ് സകല സ്തുതിയുമെന്ന് അവർ രണ്ടുപേരും പറയുകയുണ്ടായി. വവരിസ സുലൈമാനു ദാവൂദ. സുലൈമാൻ നബി അലൈഹി സ്വലാം ദാവൂദിന്റെ അനന്തരമെടുത്തു. ദാവൂദ് നബി പിതാവാണ്. അപ്പൊ പിതാവായ ദാവൂദ് നബി അലൈഹി സ്വലാം മരണപ്പെട്ടു പോയതിന് ശേഷം അതിന്റെ അനന്തരം എടുത്തത് മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം ആയിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ എല്ലാ വിഭാഗം ആളുകളും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. ജൂതന്മാര് സോളമൻ എന്ന് വിളിക്കുന്നത് ഈ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ആണ്. وقال يا أيها الناس علمنا منطق الطير. സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരിക്കൽ പറയുകയുണ്ടായി, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉല്ലിംനാ മന്തിഖ അത്വയ്ർ, പക്ഷികളുടെ ഭാഷ പോലും അല്ലാഹു തആല എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഈ പക്ഷികളുടെ ശബ്ദങ്ങളിലെല്ലാം അവർക്ക് അവരുടേതായ ആശയവിനിമയമുണ്ടല്ലോ. നമുക്കതെന്താണ് പറയുന്നതെന്ന് അറിയില്ല, നമുക്കെല്ലാം ഒരേ സ്വരായിട്ടാണ് കേൾക്കുന്നത്. ആ പക്ഷികളുടെ ഭാഷ പോലും ആശയവിനിമയം പോലും എനിക്ക് അല്ലാഹു തആല വിവരിച്ചു തന്നു. വഊതീനാ മിൻ കുല്ലി ശൈഇൻ ഇന്ന ഹാദാ ലഹുവൽ ഫദ്ലുൽ മുബീൻ. അല്ലാഹു തആല എനിക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും നൽകി. ഇത് വ്യക്തമായ ഒരു ഔദാര്യം തന്നെയാണെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുകയാണ്. وحشر لسليمان جنوده من الجن والإنس والطير فهم يوزعون. അല്ലാഹു തആല ഖുർആനിലൂടെ സൂറത്തുൻ നംലിൽ വിവരിക്കുകയാണ്, وحشر لسليمان جنوده من الجن والإنس والطير فهم يوزعون. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞുവിടാൻ പര്യാപ്തമായ പല വിധത്തിലുള്ള സൈന്യങ്ങളെയും ഞാൻ സുലൈമാൻ നബിക്ക് ഒരുക്കി തയ്യാറാക്കി കൊടുത്തു. അത് ജിന്നുകളിൽ നിന്നുണ്ട്, ഇൻസുകളിൽ നിന്നുണ്ട്, അതുപോലെ പക്ഷികളിൽ നിന്നുണ്ട്. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും لا يحطمنكم سليمان وجنوده وهم لا يشعرون. സുലൈമാൻ നബി അലൈഹി സ്വലാമും സൈന്യങ്ങളും ഒരു മലഞ്ചെരിവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ കുറെ ഉറുമ്പിൻ കൂട്ടങ്ങളുണ്ട്. അതിലെ
തലവനായ ഒരു ഉറുമ്പ് പറയാണ്, ഉദ്ഖുലൂ മസാക്കിനക്കും, എല്ലാവരും കൂട്ടുകയറിക്കോളി. സുലൈമാൻ നബിയും സൈന്യങ്ങളും വരുന്നുണ്ട്, അവരുടെ ചവിട്ടിൽ പെട്ട് നമ്മൾ അരഞ്ഞു പോകും, അതുകൊണ്ട് എല്ലാവരും കൂട്ടിൽ കയറാൻ വേണ്ടി ഉറുമ്പിന്റെ നേതാവ് ഉറുമ്പുകളോട് പറയാണ്. ഈ വിവരം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കേട്ടു. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ആ ഉറുമ്പിന്റെ ശബ്ദം കേട്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചിരിച്ചുപോയി. വഖാല, അപ്പോഴും പറഞ്ഞു, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് നീ വലിയ അനുഗ്രഹമാണ് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്തിട്ടുള്ളത്. നിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ആവശ്യമായ സുഹൃതങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നീ നൽകി. ഉറുമ്പുകളുടെ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ, അവരുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് നീ നൽകിയിട്ടുണ്ടല്ലോ. വഅദ്ഖിൽനീ ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. അതുകൊണ്ട് അല്ലാഹുവേ, ഈ അനുഗ്രഹങ്ങളൊക്കെ നീ നൽകിയാലും എനിക്ക് നിന്നോട് പറയാനുള്ളത്, നിന്റെ സച്ചരിതരായ നിന്റെ അടിമകളിൽ നിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ നീ പ്രവേശിപ്പിക്കണമേ. സ്വാലിഹായി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനോട് ദുആ ചെയ്തത് അതാണ്, പടച്ചവനെ എന്നെ നീ സ്വാലിഹായ അടിമകളിൽ പെടുത്തണമേ. فَتَفَقَّدَ الطَّيْرَ فَقَالَ مَا لِيَ لَا أَرَى الْهُدْهُدَ أَمْ كَانَ مِنَ الْغَائِبِينَ. മഹാനവറുകളും സൈന്യങ്ങളും ഇങ്ങനെ നടന്നു വരുമ്പോൾ തൻ്റെ പക്ഷികളെ ഒന്ന് പരിശോധിച്ചു നോക്കി. പക്ഷികളെ ഒന്ന് കണക്കെടുപ്പ് നടത്തി. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നു, മാലിയ, എനിക്കെന്തു പറ്റി, ലാ അറൽ ഹുദ്ഹുദ, അല്ല നമ്മളെ മരംകൊത്തിയെ കാണാനില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതാ ഒരു ഭരണാധികാരി എന്ന് വെറുതെ ഒരു പേരല്ല. എത്ര പക്ഷികളുണ്ട്, അതിലെത്ര മരംകൊത്തിയുണ്ട്, എത്ര പൊന്മയുണ്ട്, എത്ര തത്തയുണ്ട്, എത്ര തവളയുണ്ട്, എത്ര ഉറുമ്പുണ്ട്. ലോകത്തുള്ള എല്ലാത്തിൻ്റെയും കണക്കെടുപ്പ് എടുക്കാൻ പറ്റുന്ന അതിനു മാത്രമുള്ള വിശാലമായ അധികാരമാണ് സുലൈമാൻ നബിക്ക് അല്ലാഹു തആല കൊടുത്തത്. ഫതഫഖദ ത്വയ്റ, പക്ഷികളെ പരിശോധിച്ചപ്പോൾ ഹുദ്ഹുദ് എന്ന് പറയുന്ന മരംകൊത്തിയെ കാണാനില്ല. അം കാന മിനൽ ഗായിബീൻ, ഇവിടെ അസാന്നിധ്യമുള്ള ജീവികളിൽ, പക്ഷികളിൽ മരംകൊത്തിയും പെട്ടുപോയോ എന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. എവിടെ മരംകൊത്തി പോയി എന്ന് ചോദിച്ചു. പക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്, മരംകൊത്തിയെ കാണാനില്ല. ആ മരംകൊത്തിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. വെള്ളമില്ലാത്ത സ്ഥലമെത്തിയാൽ ഇവിടെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആ പക്ഷിയാണ്. അതുകൊണ്ടൊരു മലഞ്ചെരുവിലെത്തിയപ്പോൾ ഈ ഹുദ്ഹുദ് എന്ന് പറയുന്ന മരംകൊത്തിയെ കാണാനില്ല. പക്ഷേ പറയാതെ പോയതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം വളരെ അച്ചടക്കമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് പറഞ്ഞു, ലഉഅദ്ദിബന്നഹു അദാബൻ ശദീദാ ഔ ലഅദ്ബഹന്നഹു ഔ ലയഅതിയന്നി ബിസുൽത്താനിൻ മുബീൻ. ഞാൻ നല്ല ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ അതിനെ അറുക്കും, അല്ലെങ്കിൽ എനിക്ക് വ്യക്തമായ തെളിവുമായി എത്രയും പെട്ടെന്ന് എൻ്റെ മുമ്പിലെത്തണം എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം സംസാരിക്കുകയാണ്. അപ്പോ ഒരു പരുന്തുണ്ടായിരുന്നു, ഒരു ചെമ്പരുന്ത്. ആ പരുന്തിനെ ഏൽപ്പിച്ചു ഈ കാര്യം. ആ പരുന്തിങ്ങനെ നാട് നീളെ വീക്ഷിച്ചപ്പോൾ ദൂരെയല്ലാതെ ഉടനെ തന്നെ ആ പക്ഷി മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ ഹാജരാവുകയാണ്. ഹുദ്ഹുദ്, മരംകൊത്തി. എന്നിട്ട് എന്താ പറയുന്നത്? ഫഖാല അഹത്തു ബിമാ ലം തുഹിതു ബിഹി വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. യമനിലുള്ള സബ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയതായിരുന്നു രാജാവ് ഞാൻ.
അവിടുത്തെ കുറെ വൃത്താന്തങ്ങളും വിവരങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ലോക ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും യമനിലെ സബ എന്ന് പറയുന്ന ഒരു ചെറിയ ഗോത്രത്തിൽ ഒരു രാജ്ഞി ഇപ്പോഴും സെപ്പറേറ്റ് ഒരു രാജ്ഞിയായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് എന്ന വിവരം നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ വൃത്താന്തം അറിയാനും അതിൻ്റെ യാഥാസ്ഥികത എന്താണെന്ന് നിജസ്ഥിതി മനസ്സിലാക്കാനും വേണ്ടി യാത്ര പോയതായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. ഫഖാല അഹത്തു ബിമാ ലം തുഹിത്തു ബിഹി, നിങ്ങൾക്ക് വിശാലമായി അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തു. വജീതുക, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മിൻ സബഇൻ ബിനബഇൻ യഖീൻ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ഉറപ്പിച്ച ഒരു കാര്യവുമായി യമനിലെ സബയിൽ നിന്ന് വരികയാണ്. എന്താ കണ്ടത്? ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും വൗതിയതു മിൻ കുല്ലി ശൈഇൻ വലഹാ അർസുൻ അലീം. അവിടെ ഒരു രാജ്ഞിയെ കണ്ടു. അവിടേക്കാണ്, ആ രാജ്ഞിക്കാണ് ഇപ്പോൾ അവിടുത്തെ അധികാരമുള്ളത്. വൗതിയതു മിൻ കുല്ലി ശൈഇൻ, എല്ലാ വിധേനയുമുള്ള അനുഗ്രഹങ്ങൾ ആ രാജ്ഞിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. വലഹാ അർസുൻ അലീം. എടുത്തു പറയേണ്ട ഒരു കാര്യം, അവൾ ഉപവിഷ്ടരായിരിക്കുന്ന ഒരു സിംഹാസനമുണ്ട്. അതൊരു വല്ലാത്ത സംഭവമാണ്. ഈ മരം കൊത്തി കഥ വിവരിച്ചു കൊടുക്കുന്നു. പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? വജത്തുഹാ വ ഖൗമഹാ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്. അവർ അല്ലാഹുവിനെ അല്ല ആരാധിക്കുന്നത്, അവരാരാധിക്കുന്നത് സൂര്യനെയാണ്. സൂര്യനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അവര്. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും ഫസദ്ദഹും അനിസ് സബീലി ഫഹും ലാ യഹ്തദൂൻ. ശൈത്വാൻ അവരുടെ അമലുകളെ നന്നാക്കി അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു, ഞങ്ങൾ യഥാർത്ഥ ആരാധനയിലാണ് എന്നാണ് അവരുടെ വിചാരം. ഫസദ്ദഹും അനിസ് സബീലി ഫഹും ലാ യഹ്തദൂൻ. അവർ നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു, അവർ സന്മാർഗം പ്രാപിച്ചിട്ടില്ല. അല്ലാ യസ്ജുദൂ ലില്ലാഹില്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ് സമാവാതി വൽ അർദി വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ. എല്ലാ രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും അറിയുന്ന അല്ലാഹുവിനല്ലയോ സുജൂദ് ചെയ്യേണ്ടത്? പക്ഷേ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നില്ല. അവര് സൂര്യനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അദീം. എന്നാൽ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹുവാണ്. അവനല്ലാതെ ആരാധനക്കർഹനായി ലോകത്താരുമില്ല. അവനാണ് വലിയ അർശിന്റെ ഉടമസ്ഥനെന്ന് പ്രിയപ്പെട്ടവരെ വിവരിക്കുകയാണ്. ബിൽക്കീസ് രാജ്ഞിക്ക് ഒരു സിംഹാസനമുണ്ട് എന്ന് പറയുമ്പോഴും അതിനേക്കാൾ വലിയ സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖാല, ഇത് കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, സനൻദുറു അസദഖത അം കുൻത മിനൽ കാദിബീൻ. ഞാനൊന്ന് നോക്കട്ടെ, നീ സത്യം പറയാണോ അതല്ല നീ കള്ളം പറയുകയാണോ എന്ന് ഞാനൊന്ന് വീക്ഷിക്കട്ടെ, അതിന്റെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കട്ടെ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു. ഈ വിവരങ്ങളെല്ലാം സുലൈമാൻ നബി അലൈഹി സ്വലാം പിന്നീട് മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഹുദൂദിനോട് പറഞ്ഞു, നീ ബിൽക്കീസ് രാജ്ഞിക്ക് ഒരു കത്ത് കൊണ്ടുപോയി കൊടുക്കണം. ഞാനൊരു മുസ്ലിം ഭരണാധികാരിയാണ്, പ്രവാചകനാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇസ്ലാമിക പ്രബോധനം നടത്തണ്ടേ. അതുകൊണ്ട് ഒരു കത്ത് എഴുതി. എന്താ കത്തിൽ എഴുതിയത്? ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. സൂറത്തുൻ നംലാണ് ഞാൻ അർത്ഥം വെക്കുന്നത്. ആ കഥകളെല്ലാം അല്ലാഹു വിവരിച്ചിരിക്കുകയാണ്. കത്തിന്റെ തുടക്കത്തിൽ തന്നെ എഴുതി ഇന്നഹു മിൻ സുലൈമാൻ, ഇത് കുറിക്കുന്ന സുലൈമാൻ നബിയാണ്. വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം എഴുതുന്ന കത്ത്. അല്ലാ തഅലു അലയ്യ, ഗർവൊന്നും കാണിച്ച് ഡമ്പൊന്നും കാണിച്ച് അവിടെ ഭരണം നടത്തിയിരിക്കണ്ട. വഅതൂനി മുസ്ലിമീൻ, നിങ്ങളെല്ലാവരും അനുസരണയോടുകൂടെ
മുസ്ലിങ്ങളായി ഈ മതത്തിലേക്ക് കടന്നു വരണം എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരു കത്തെഴുതിയിട്ട് ഹുദ്ഹുദ് എന്ന് പറയുന്ന ഈ പക്ഷിയിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് ആ രാജ്ഞിക്ക് കൊണ്ടുപോയി കൊടുക്കണം. കൊണ്ടുപോയി കൊടുത്തിട്ട് എന്താ വേണ്ടത്? ഇത് ഈ കത്ത് കൊണ്ടുപോയി ബിൽക്കീസ് രാജ്ഞിക്ക് കൊടുത്തിട്ട് നീ ഒരു സ്ഥലത്ത് മാറി നിൽക്കണം. എന്നിട്ട് അവരെന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് കേൾക്കണം. ആ വിവരവുമായിട്ടാണ് നീ ഇവിടെ വരേണ്ടത്. അങ്ങനെ ഈ പക്ഷി അവിടെ ചെന്നു. ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ മരം കുത്തി കയറുകയാണ്. ഇത് കേവലം ഒരു കഥയായിരുന്നെങ്കിൽ നമുക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവാണ് ഇത് വിവരിക്കുന്നത്. ഈ മരം കൊത്തി ചുണ്ടിൽ ഈ കത്തും പിടിച്ച് ചെന്നിട്ട് ബിൽക്കീസ് രാജ്ഞി കൊട്ടാരത്തിൽ എങ്ങനെ ഇരിക്കുമ്പോൾ നേരെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് പറയാൻ മതി. ബിൽക്കീസ് രാജ്ഞി ഒരു കത്ത് നോക്കുമ്പോ ചക്രവർത്തിയുടെ, ലോക ചക്രവർത്തിയുടെ കീഴിലുള്ള ഒരു കത്താണ്. ഈ കത്തെടുത്ത് വായിച്ചപ്പോൾ കണ്ടത് എന്താണ്? സുലൈമാൻ നബി കുറിക്കുന്ന കത്താണ്. അള്ളാഹുവിന്റെ നിർദ്ദേശം പ്രകാരം എഴുതുന്ന കത്താണ്. നിങ്ങൾ മുസ്ലിങ്ങളാകണം. ഈ നാട്ടുകാർ സൂര്യനെ ആരാധിച്ച് നിൽക്കുന്നുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തുടരാൻ അനുവദിക്കുകയില്ല. നിങ്ങളെല്ലാവരും മുസ്ലിങ്ങളായി കടന്നു വരണം എന്ന്. ആ സമയത്ത് ഉടനെ തന്നെ ബിൽക്കീസ് രാജ്ഞി സൈന്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഖാലത്ത് യാ അയ്യുഹൽ മലൗ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം. ഞാൻ നിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി എന്താണെന്നറിയോ? ഒരു വിലപ്പെട്ട കാര്യം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ. നമ്മൾ സബ എന്ന് പറയുന്ന ചെറിയ ഒരു ഗോത്രത്തിൽ ഒതുങ്ങിക്കൂടി കഴിയാണ്. ഇവിടത്തെ ലോകത്തിന്റെ ഭരണം സുലൈമാൻ നബി അലൈഹി സ്വലാം ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം നബിയാണ് എന്ന് പറയുന്നു. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. നിങ്ങളെല്ലാവരും മുസ്ലിങ്ങളായിട്ട് ഇങ്ങോട്ട് വരണം. ആ വിവരം എനിക്ക് കിട്ടണം. നിങ്ങൾ ഇനി സൂര്യനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു എഴുത്താണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ആ സമയത്ത് അവർ പറയുന്ന അഭിപ്രായങ്ങളാണ് ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ശുദ്ധമായ ഈ പാരായണം ചെയ്ത ഖുർആനിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമുകൾ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആരോഗ്യം നീ നിലനിർത്തണേ റഹ്മാനെ. പടച്ചവനെ ഇബാദത്ത് ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തരണേ റഹ്മാനെ. ഇഖ്ലാസ് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പാരായണം ചെയ്ത വിശുദ്ധമായ ഖുർആനിന്റെ സവാബ് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളുടെ അർവാഹുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.